പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മദ്രസകളിലെ 3-4 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഖുർആൻ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും നിത്യവും ഖുർആനുമായി ബന്ധപ്പെട്ട വർക്കുകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവരുടെ ഖുർആനുമായുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മദ്രസയിലെ 3-4 ക്ലാസ്സുകളിലെ സിലബസുകളിൽ ഈ തദ്രീബു തിലാവ എന്നുള്ളൊരു വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, കുട്ടികളുടെ വർക്ക് ബുക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെ കുട്ടികളെ സഹായിക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും രക്ഷിതാക്കൾക്ക് വലിയ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഉസ്താദുമാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആ വർക്ക് ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം, കുട്ടികളെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ വർക്ക് ബുക്കിൻ്റെ ആമുഖത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളത് ആ വർക്ക് ബുക്കിൽ നൽകിയിട്ടുള്ള അതിൻ്റെ ആമുഖത്തിലെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മദ്രസകളിൽ നിന്ന് ഉസ്താദുമാർ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ വീട്ടിൽ വന്നാൽ കുട്ടികൾ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. എന്നാൽ കുട്ടികളുടെ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം, അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയോടുകൂടി ഖുർആനിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതി പഠിക്കുന്ന ഒരിടമാണ് മദ്രസ എന്നുള്ളത്. മദ്രസയിൽ നിന്ന് ആ കുട്ടി പഠിച്ചതിനെ പരിശീലിക്കേണ്ട ഒരു ഇടം എന്നുള്ളത് അത് വീടുകളാണ്. ആ വീട്ടിൽ വെച്ച് കുട്ടിയുടെ ഖുർആൻ പഠനത്തെ കൂടുതൽ കാര്യക്ഷമമായി ശ്രദ്ധിക്കാനും കുട്ടികളെ പഠനത്തിൽ ഫോളോ ചെയ്യാനൊക്കെ ഈ ഒരു വർക്ക് ബുക്കിൻ്റെ ഉപയോഗം വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കുട്ടിയെ ഖുർആൻ പഠനത്തിൽ സഹായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായൊരു ഐഡിയ നമുക്ക് ഈ ഒരു വർക്ക് ബുക്ക് നോക്കുന്ന സമയത്ത് കിട്ടും. കുട്ടിയുടെ പഠനത്തെ നമുക്ക് ഫോളോ ചെയ്യാനും അതത് സമയങ്ങളിൽ പഠിച്ചു പോകേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ ഹിഫ്ളുകൾ ഏതൊക്കെയാണ്, അതിൽ ആ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുള്ള ഖുർആനിൻ്റെ തജ്വീദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വർക്ക് ബുക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനെ വിശദമായി പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കത് നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 4-ാം ക്ലാസ്സിലെ വർക്ക് ബുക്കാണ്. നമ്മുടെ വർക്ക് ബുക്ക് തുറന്നു വരുന്ന അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ സിലബസും എങ്ങനെയാണ് വർക്ക് ബുക്ക് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുരുങ്ങിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിൻ്റെ അതത് നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ അതിൽ 4-ാം ക്ലാസ്സിലെ വർക്ക് ബുക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സിലബസ് വരുന്നത് ഈ ഒരു ഭാഗമാണ്. അതിനെ ചുരുക്കിയ രൂപമാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 4-ാം ക്ലാസ്സിൽ 19 മുതൽ 24 വരെയുള്ള ജുസുകളാണ് കുട്ടികൾക്ക് ഓതി പഠിക്കാനുള്ളത്. അപ്പോൾ 6 ജുസുകൾ വരുന്നുണ്ട്. 19 മുതൽ 24 വരെ 6 ജുസുകളാണ് കുട്ടികൾ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് തീർക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ അത് വർക്ക് ബുക്കിൽ 10 യൂണിറ്റുകളായിട്ടാണ് ഈ 6 ജുസിന്റെ ഭാഗങ്ങളെ, പ്രധാനപ്പെട്ട ഭാഗങ്ങളെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സമയം പറയുന്നത് ഈ ഷവ്വാൽ മുതൽ റജബ് വരെ ഉള്ള 10 മാസം 6 ജുസുകൾ പൂർണ്ണമായി കുട്ടികൾക്ക് എടുത്ത് തീർക്കേണ്ടതുണ്ട്. ഈ ഒരു 10 മാസം 6 ജുസുകൾ, അതിനെ ഓരോ മാസങ്ങളിൽ 10 യൂണിറ്റുകളായിട്ടാണ് അത് തിരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഷാബാൻ മാസത്തില്, അതായത് റജബ് കഴിഞ്ഞ് ഷാബാൻ മാസം ഏറ്റവും അവസാന അക്കാഡമിക് വർഷമായി വരുന്ന സമയത്ത് 6 ജുസുകൾ പൂർണ്ണമായി ആവർത്തിക്കാനുള്ള സമയമാണ്. അതായത് ഷവ്വാൽ മുതൽ റജബ് വരെ കുട്ടികൾ ഓതി തീർത്ത ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഓതി പോകാനുള്ള ഒരു സമയമായിട്ടാണ് ഷാബാൻ മാസത്തെ കണക്കാക്കുന്നത്. ഒരു ദിവസം ഒരു പീരീഡ് വെച്ച് ആഴ്ചയിൽ 6 പീരീഡാണ് ഖുർആൻ പഠനത്തിന് പ്രത്യേകം മാറ്റി വെക്കേണ്ടത്. അതായത് ഒരു വർഷത്തിൽ ഏകദേശം 210 പീരീഡ്, ഒരു മാസത്തിൽ ചുരുങ്ങിയത് 12 പേജെങ്കിലും കുട്ടികളെ ഖുർആൻ ഓതിയിരിക്കണം, അല്ലെങ്കിൽ ഖുർആൻ എടുത്തിരിക്കണം മദ്രസയിൽ നിന്ന്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിലബസ് ഇത്രയാണ്, ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഇതിപ്പോ മദ്രസയിലെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മാത്രം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് വർക്ക് ബുക്കിൽ അതിൽ വിശദമായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ വർക്ക് ബുക്കിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അതിൽ 9 ഭാഗങ്ങൾ കാണാൻ കഴിയും. ഒരു വർക്ക് ബുക്കിന്റെ ഓരോ പാഠത്തിലും 9 ഭാഗങ്ങളായിട്ടാണ് ഈ വർക്ക് ബുക്കിന്റെ ഓരോ അധ്യായങ്ങളെയും തിരിച്ചിട്ടുള്ളത്. അത് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ അതങ്ങനെ വായിച്ച് പോവേണ്ട ഒന്നല്ല. വർക്ക് ബുക്കിലേക്ക് ചെന്ന് വർക്ക് ബുക്കിന്റെ വിശദമായ ഭാഗങ്ങൾ വെച്ച് നമുക്കിത് വിശദമായിട്ട് നോക്കി പോവാം.
അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അൽ വഹദത്തുൽ ഊല ബയാനു മൻഹജി ഷഹരി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 9 ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ഭാഗമാണ് ഇതുള്ളത്. ഇതിൽ നൽകിയിട്ടുള്ളത് മാസം, ഏത് മാസമാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് മാസം ഷവ്വാലിലാണല്ലോ മദ്രസ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഷവ്വാലിൽ എടുത്ത് തീർക്കേണ്ട ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അതത് ഫുസൂലി എത്ര ക്ലാസ്സുകളായിട്ടാണ്? 18 ക്ലാസ്സുകളിലായിട്ടാണ് ഷവ്വാലിൽ ഈ ഒരു പാഠം തീർത്തിരിക്കേണ്ടത്. അതിന്റെ അടുത്തൊരു ഭാഗം വരുന്നത് മക്തബ് ഷഹരി മിൻ അവലി സൂറത്തുൽ ഫുർഖാൻ ഇലായത്തി അർബഊന മിന ശുഅറായി. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മക്തബ് ഷഹരി എന്ന് പറഞ്ഞാൽ എടുക്കേണ്ട ഭാഗങ്ങളാണ് മിൻ അവലി സൂറത്തുൽ ഫുർഖാനി, സൂറത്തുൽ ഫുർഖാന്റെ ആദ്യം മുതൽ ഇലാ ആയത്തി അർബഊന മിന ശുഅറായി, ശുഅറാ സൂറത്തിന്റെ 40 ആയത്ത് വരെയാണ് ഈ 18 പീരിയഡുകളിലായി ഷവ്വാൽ മാസത്തിൽ കുട്ടികൾക്ക് എടുത്തു തീർക്കേണ്ട ഭാഗം. പിന്നെ മക്തബ് ഷഹരി തഹ്ഫീദ്, ഹിഫ്ള് കുട്ടി എന്താണ് പഠിക്കേണ്ടത് ഈ ഒരു മാസത്തിൽ? അതായത് ഷവ്വാൽ മാസത്തിൽ ഹിഫ്ള് എന്താ കുട്ടി പഠിക്കേണ്ടത്? മറാജി എഴുത്ത് ചെയ്യുമ്പോൾ സൂരി സൊഫി സാനി വസാലിസി, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും കുട്ടി പഠിച്ച ഹിഫ്ളുകൾ ഉണ്ടല്ലോ, ആ ഹിഫ്ളുകളെ വീണ്ടും ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഷവ്വാൽ മാസത്തിലെ ഹിഫ്ള് എന്നുള്ളത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം വരുന്ന സമയത്ത് വിശദമായി കൊടുത്തൊന്ന് സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാന്റെ ഒരു ചെറിയ ആമുഖ പരിചയപ്പെടലാണ്. അത് മക്കിയാണ്. അത് മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് കൃത്യമായി അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കും. ഞാൻ രക്ഷിതാക്കൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയാണ്. അതിലെ ആയത്തുകൾ 77 ആയത്തുകളാണ്. അത് തർത്തീബുഹ 25. 25ാമത്തെ സൂറത്തായിട്ടാണ് സൂറത്തുൽ ഫുർഖാൻ വരുന്നത്. സൂറത്ത് ശുഅറ വരുന്ന സമയത്ത് 26ാമത്തെ സൂറത്താണ്. അതിന്റെ ആയത്ത് 227 ആണ്. അതും മക്കിയാണ്. ഓക്കെ, അപ്പൊ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം പാരായണം കേട്ട് പരിശീലിക്കാം. ഈ ഒരു QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂറത്തുൽ ഫുർഖാനും അതുപോലെ തന്നെ സൂറത്ത് ശുഅറവും ഈ ഒരു QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സമസ്ത നേരിട്ട് റെക്കോർഡ് ചെയ്ത കുട്ടികൾക്ക് മദ്രസകളിലൊക്കെ വെച്ചു കൊടുക്കുന്ന പരിശുദ്ധ ഖുർആന്റെ ഭാഗങ്ങളുണ്ട്. അത് കേട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനം പരിശീലിക്കാനുള്ള QR കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ യൂട്യൂബിൽ പ്രസ്തുത പാഠഭാഗത്തിന്റെ ഭാഗമായി വരുന്ന സൂറത്തിലേക്ക് നമുക്ക് നേരിട്ട് തുറക്കാൻ കഴിയും. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ഭാഗമാണ് അഹ്കാമു മിമി സാക്കിന ഇവിടെ വരുന്നത്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട തജ്വീദിന്റെ നിയമം, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അഹ്കാമുൽ മിമി സാക്കിന, അതാണ് 4ാം ഭാഗമായി വരുന്നത്. അതിൽ ഇദ്ഗാം ഉണ്ട്, ഇഖ്ഫാ ഉണ്ട്. എന്താണ് ഇദ്ഗാം, എന്താണ് ഇഖ്ഫാ എന്നുള്ളത് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇദ്ഗാമിന്റെ ഹർഫുകൾ, ഇഖ്ഫായിന്റെ ഹർഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പാഠത്തിലും പ്രധാനമായിട്ട് വരുന്ന തജ്വീദിന്റെ നിയമങ്ങൾ അത് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ തജ്വീദ് എന്നുള്ളൊരു പുസ്തകത്തിന് പകരം ഖുർആൻ ഓതി പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വർക്ക് ബുക്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ തദ്രീബ് തിലാവയുടെ ഭാഗമായിട്ട് തജ്വീദ് കൂടെ കുട്ടി ഖുർആൻ പഠിക്കുന്നതോടുകൂടെ തന്നെ അതിനെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഈ ഒരു സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതിൽ തന്നെ ഈ ഖുർആൻ നമ്മൾ കുട്ടികളെ ഈ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്തു തീർക്കുന്ന ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ഇദ്ഗാമിന്റെയും ഇഖ്ഫാഇന്റെയും അക്ഷരങ്ങൾ, ഉദാഹരണങ്ങൾ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന 5ാമത്തെ ഒരു ഭാഗമാണ് ഇദ്ഗാം ഇഖ്ഫാ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പഠിക്കാം, എഴുതി പരിശീലിക്കാം. ഇപ്പോ ഖുർആനിലെ കുട്ടികൾക്ക് എടുത്തു കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ഇദ്ഗാമും ഇഖ്ഫാവും വരുന്ന 2 പദങ്ങൾ വീതം, അതായത് ഇഖ്ഫായിനും 2 ഉദാഹരണം, അതുപോലെ തന്നെ ഇദ്ഗാമിനും 2 ഉദാഹരണം, അത് പാഠഭാഗത്ത് നിന്ന് കുട്ടി തന്നെ സ്വയം കണ്ടെത്തി ഇവിടെ എഴുതി പരിശീലിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ട ഒന്നാണ്. കാരണം കുട്ടിക്ക് ആ പാഠഭാഗത്തിൽ തജ്വീദുമായി ബന്ധപ്പെട്ട ഭാഗം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക മാർഗമാണ്. ഇങ്ങനെ ഇദ്ഗാമിനും ഇഖ്ഫായിനും കുട്ടി പഠിച്ച ഭാഗത്ത് തന്നെ 2 ഉദാഹരണങ്ങൾ കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറയുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നെ 6ാമത് വരുന്നൊരു ഭാഗം പദങ്ങൾ എഴുതി പരിശീലിക്കുക. ഇതില് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കുട്ടിയുടെ എഴുത്ത്, വായന. കുട്ടി വായിച്ച് എഴുതുമ്പോൾ കുട്ടിയുടെ വായനയും അതുപോലെ തന്നെ എഴുത്തും കൂടുതൽ വ്യക്തമായി വരുന്നു.
അതിനോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കള്ളികൾ സാധാരണ നമ്മൾ കോപ്പി എഴുതുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടാവാറുള്ളത്. അത് പ്രധാനമായിട്ടും കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ പരിപോഷിപ്പിക്കാന് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നൽകിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ പെൻസിൽ വെച്ച് വളരെ വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വമൻ വമൻ എങ്ങനെയാണോ ഈ കള്ളികൾക്കനുസരിച്ച് വരകൾക്കനുസരിച്ച് അതിന്റെ ഹർഫ് അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് അത് എഴുതി ശീലിപ്പിക്കണം. അങ്ങനെ കുട്ടികൾക്ക് എഴുതാനുള്ള ഭാഗങ്ങൾ ഇതൊക്കെ പ്രസ്തുത പാഠഭാഗങ്ങളിൽ വന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് വ്യക്തമായി വീണ്ടും ആവർത്തിച്ച് വായിക്കാനും അതിനോടൊപ്പം തന്നെ എഴുതുക കൂടി ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ വായനയും എഴുത്തും കൂടുതൽ വ്യക്തമാവുന്ന അല്ലെങ്കിൽ വ്യക്തമാവാൻ വേണ്ടി അതുപോലെ തന്നെ കുട്ടിയുടെ കൈയക്ഷരം കൂടെ പരിപോഷിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള ഒരു ഭാഗമാണ് ആറാമതായി വരുന്നത്. ഇനി ഏഴാമത് വരുന്ന ഒരു ഭാഗം ഖുർആനിൽ നിന്ന് കണ്ടെത്താം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഇന്നാ മഅകും മുസ്തമിഊൻ എന്ന ആയത്ത്, അതുപോലെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ഈ ആയത്തുകൾ, ഇപ്പൊ ഉദാഹരണം നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നൽകിയിട്ടുള്ള 7 അതത് മാസങ്ങളിൽ ഖുർആൻ ഭാഗങ്ങളിൽ വരുന്ന പദങ്ങൾ കുട്ടികൾ കണ്ടെത്തി പദങ്ങൾ, സൂറത്ത്, പേജ് നമ്പർ, ലൈൻ നമ്പർ തുടങ്ങിയ ഉസ്താദിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇന്നാ മഅകും മുസ്തമിഊൻ ഇത് ഏത് സൂറത്തിലാണ്, എത്രാമത്തെ പേജിലാണ്, എത്രാമത്തെ വരിയിലാണ് എന്നൊക്കെ കുട്ടി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഉസ്താദ് അതത് സമയങ്ങളിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികൾ ഉസ്താദിന് അത് കാണിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏഴാമത്തെ ഭാഗത്തായി വരുന്നത്. ഇനി എട്ടാമത്തെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമുക്ക് ശീലിക്കാം ദുആയിൽ ഖുർആനി. ഇപ്പോ കുട്ടിക്ക് എടുത്തു കഴിഞ്ഞ പരിശുദ്ധ ഖുർആനിലെ പാഠഭാഗങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദുആ കുട്ടിയെ കൊണ്ട് മനഃപ്പാഠമാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്ത് വരുന്നതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഭാഗം. അപ്പൊ ഇതുപോലെ ഓരോ പാഠഭാഗങ്ങളിലും ഇതുപോലെ ഓരോ ഖുർആനിലെ ദുആകൾ വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ അത് ദിവസവും മദ്രസയിൽ വന്നും വീട്ടിലാവുന്ന സമയത്തൊക്കെ അതത് മാസങ്ങളിൽ എടുത്തു തീർക്കുന്ന ഖുർആനിലെ പാഠഭാഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആ കുട്ടിയെ കൊണ്ട് നിരന്തരം ചൊല്ലിപ്പിച്ച് ആവർത്തിച്ച് കുട്ടിക്കത് കൂടുതൽ കൂടുതൽ വ്യക്തമായി മനഃപ്പാഠമാക്കാനുള്ള ഒരു ഭാഗമാണ് ഈ എട്ടാമതായി വരുന്ന ഒരു ഭാഗം. അതിനുശേഷം 9ാമതായി വരുന്നത് മാസാന്ത മൂല്യനിർണ്ണയമാണ്. അതായത് അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകുക എന്നുള്ളതാണ്. ഇപ്പോ മുംതാസ് ആണെങ്കിൽ എക്സലന്റ്, അതുപോലെ ജയ്യിദ് ജിദ്ദൻ വെരി ഗുഡ്, അതുപോലെ തന്നെ ജയ്യിദ് ഗുഡ്, അതുപോലെ ഗൈറ് ജയ്യിദ് ബിലോ അവറേജ്, അങ്ങനെ സൂചിപ്പിക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതത് മാസങ്ങളിലെ കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങൾ, മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിനനുസരിച്ചുള്ള ഒരു ഗ്രേഡ് കുട്ടിക്ക് നൽകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ അതത് മാസങ്ങളിലെ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പൊ കുട്ടിയുടെ പ്രധാനമായിട്ടും പഠനവുമായി ബന്ധപ്പെട്ട് അതത് മാസങ്ങളിലെ മൂല്യനിർണ്ണയം നടത്തുന്ന ഒരു ഭാഗമാണ് 9ാമതായി വരുന്ന ഈ ഒരു ഭാഗം. അപ്പൊ ഇത്രയൊക്കെയാണ് വർക്ക് ബുക്കിൽ പ്രധാനമായിട്ടും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഭാഗം എന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വിഷയമായി കാണാം. ഓക്കെ, താങ്ക്സ്.